ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ 1/2 കിലോ വെയിറ്റ് വരുന്ന ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഒരുവിധം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരിക്കും ഇത്. അപ്പോൾ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് 1/2 കിലോ മിൽക്ക് കേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാ കേക്ക്സും ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും ഒരൽപ്പം കുറവ് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിച്ചെടുത്ത ഈ മൈദൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് വരെ മതിയാകും. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് കൂടുതലായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ കേക്ക് ഹാർഡായിട്ട് പോകും. ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 30 സെക്കൻഡ് വരെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിതുപോലുള്ള 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലും താഴെയൊക്കെ ആയിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് പോകാനായിട്ടാണ്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് 20 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് അളവിൽ പാലും 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ 3 മിൽക്ക് പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് ഈ കേക്കിന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ഇത് സ്കിപ്പ് ചെയ്താലും കേക്ക് ഫെയിലായി പോകുന്നില്ല. പക്ഷേ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വേണമെങ്കിൽ ഈ 3 മിൽക്ക് പ്രൊഡക്ട്സും നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ക്രീം എടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് 1/4 കപ്പ് അളവിൽ ക്രീം മതിയാകും 1/2 kg മിൽക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഞാനിത് വേറൊരു ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് എനിക്ക് 2 ഓർഡർ വന്നിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റ് മിൽക്ക് കേക്കും ഒന്ന് നോർമൽ ആയിട്ടുള്ള മിൽക്ക് കേക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ 1/2 കപ്പ് എടുത്തത്. നിങ്ങളിപ്പം ഒരു മിൽക്ക് കേക്കാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരൽപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഏത് മോൾഡിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അതിലേക്ക് വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഷുഗർ സിറപ്പ് പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്നും ഒരു 1/4 ഭാഗം നമുക്ക് ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഷുഗർ സിറപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് മുഴുവനായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ശേഷം ഒരല്പം പിസ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 1/2 കിലോ വെയിറ്റ് വരുന്ന നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു കണ്ടെയ്നർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പമായിട്ടുള്ളൊരു കേക്ക് റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മിൽക്ക് കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് സാധാ നോർമൽ മിൽക്ക് കേക്കിന് 900ഉം അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് കേക്കിന് 950 ആണ് ഞാൻ വാങ്ങുന്ന റേറ്റ്. അപ്പോൾ ബാക്കി വന്ന സിറപ്പ് നമ്മൾ ഇതുപോലെ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ കൂടാതെ 6 കേക്ക് പോപ്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് പോപ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.